ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ മന്ത്രിമാരുടെ സ്ഥാനമേക്കൽ ശ്രദ്ധേയമാകുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടയിൽ നടന്ന സത്യപ്രതിജ്ഞ എന്നതുകൊണ്ടാണ്. പതിവ് രീതികൾ ചായ സൽക്കാരം അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുക ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നില്ല എന്നത് ആ രീതിയിൽ എങ്ങനെയാണ് ശ്രദ്ധേയമാകുന്നത്? ഇന്ന് ഈ സത്യപ്രതിജ്ഞ രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ചടങ്ങിന് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ഇന്നുണ്ടായിരുന്ന ഗവർണർ മുഖ്യമന്ത്രി തമ്മിലുള്ള ആ ഒരു അവർ തമ്മിൽ കാണുമ്പോഴുള്ള ആ ഒരു സാഹചര്യം തന്നെയായിരുന്നു. സ്വാഭാവികമായും സാധാരണഗതിയിൽ ഗവർണറെ കാണുമ്പോൾ മുഖ്യമന്ത്രി അഭിവാദ്യം ചെയ്യും, അദ്ദേഹം പ്രത്യഭിവാദ്യം ചെയ്യും, അവിടെ നിന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം സംസാരിക്കും. അതാണ് എല്ലാ ചടങ്ങുകളിലും സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇന്ന് അതിന് വിപരീതമായ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി 2 തവണ ഗവർണറെ അഭിവാദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ആകുമായിരുന്നു. പക്ഷേ 2 തവണയും ഗവർണർ മുഖം മാറ്റുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയോട് സംസാരിക്കാനോ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനോ ഗവർണർ തയ്യാറായില്ല. ആ നീരസം, ആ അതിർത്തി പ്രകടമാക്കിയാണ് ഗവർണറുടെ ചായ സത്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത്. പുതിയ 2 മന്ത്രിമാർ കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും പുറമെ ചായ സത്കാരത്തിൽ പങ്കെടുത്ത മന്ത്രി എ.കെ. ശശീന്ദ്രനാണ്. മറ്റുള്ള മന്ത്രിമാരെല്ലാം അവിടെ നിന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ ഉടൻ രാജ്ഭവനിൽ നിന്ന് പോവുകയായിരുന്നു. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാനായി മന്ത്രിമാർ അവിടേക്ക് പോയി. ആരും ചായ സത്കാരത്തിൽ പങ്കെടുത്തില്ല. അപൂർവം ചില എം.എൽ.എമാരും തോമസ് പോലുള്ള എം.എൽ.എമാരും ഈ ചായ സത്കാരത്തിൽ പങ്കെടുത്തിരുന്നു. അത് അദ്ദേഹം ഇതൊന്നും അറിയാതെ പങ്കെടുത്തു അദ്ദേഹം ഏതായാലും പറയുന്നത്. പക്ഷേ വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടായത്. ഒട്ടും വിട്ടുവീഴ്ചയില്ല. സർക്കാർ ഗവർണർ പോരിൽ അടുത്തൊന്നും ഒരു ഒത്തുതീർപ്പുണ്ടാകില്ല എന്നത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇരു ഭാഗത്തു നിന്നും ഉണ്ടായത്. മഞ്ഞുരുകും മുഖ്യമന്ത്രി ഗവർണർ നേരിൽ കാണുമ്പോൾ മഞ്ഞുരുകുമോ എന്നായിരുന്നു ചോദ്യം. പക്ഷെ മഞ്ഞുരുകുന്നില്ല എന്ന് മാത്രമല്ല, ആ തർക്കം, ആ വിദ്വേഷം കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. ഒരു തർക്കത്തിനപ്പുറത്തേക്ക് വിദ്വേഷം ഉള്ള മനോനിലയാണ് രണ്ടുപേർക്കും പരസ്പരം ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ്. ഏതായാലും 2 പുതിയ മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും. വകുപ്പുകളുടെ കാര്യത്തിനെയും വ്യക്തത വരേണ്ടതുണ്ട്. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് തന്നെയെന്ന് ഉറപ്പാണ്. അദ്ദേഹം KSRTC എങ്ങനെയൊക്കെ രക്ഷിച്ചെടുക്കാം, എങ്ങനെ നഷ്ടത്തിൽ അല്ലാതെയാക്കാൻ, ലാഭത്തിലാക്കാൻ കഴിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമെന്നതിൻ്റെ പല അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പ്രതിപാദിച്ചത്. പക്ഷേ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കില്ല. ആ വകുപ്പ് CPM ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ യാഥാർത്ഥ്യത്തോട് അടുത്തു കഴിഞ്ഞു. ചരക്ക് കപ്പൽ അവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രാധാന്യപ്പെട്ട ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു. അപ്പോൾ ഘടകകക്ഷി മന്ത്രിക്കല്ല, CPM തന്നെ ആ വകുപ്പ് ഏറ്റെടുക്കുകയാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവന് തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി കൈമാറും. അത് സംബന്ധിച്ച ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. വാസവൻ്റെ പക്കലുണ്ടായിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ്, ആ വകുപ്പാണിപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കുക. അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ വകുപ്പ് മാത്രമാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തുറമുഖത്തിനൊപ്പമുള്ള സാധാരണ നൽകുന്ന പുരാവസ്തു വകുപ്പ് അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ചിലപ്പോൾ പക്ഷേ അത് അങ്ങനെ ആയിരിക്കാം. എങ്കിലും പ്രധാനപ്പെട്ട വകുപ്പായ തുറമുഖം CPM ഏറ്റെടുക്കുകയാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗം VN വാസവനാകും ഇനി മുതൽ തുറമുഖ മന്ത്രി. 2 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുന്നു. കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് ചുമതലയേറ്റിട്ടുള്ളത്. തുറമുഖ വകുപ്പ് കടന്നപ്പള്ളിക്ക് നൽകിയേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അത് CPIM തന്നെ VN വാസവൻ ആയിരിക്കും ഏറ്റെടുക്കുക എന്നുള്ളതാണ് വിവരങ്ങൾ. അതേസമയം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമായി തുടരുന്നതിനിടെ ആയിരുന്നു ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം അഭിവാദ്യം ചെയ്തില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇരുവരും പരസ്പരം മുഖം കൊടുത്തില്ല എന്ന് തന്നെ സാങ്കേതികമായി നമുക്ക് പറയാൻ സാധിക്കുന്നു. പതിവ് രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഗവർണറുടെയും ഒപ്പം മുഖ്യമന്ത്രിയുടെയും ശരീരഭാഷ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ചായ സൽക്കാരത്തിൽ നിന്നടക്കം മന്ത്രിമാർ വിട്ടുനിന്ന സാഹചര്യവും ഉണ്ടാകുന്നു. അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു തൊട്ടടുത്ത് ഇരുവരും ഇരിക്കുമ്പോൾ പോലും പരസ്പരം നോക്കുന്നില്ല.
ഗവർണർ പോകുന്ന സമയത്താണ് എങ്കിൽ പോലും മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കൃത്യമായും വ്യക്തമാക്കുന്ന ഒരു ശരീരഭാഷയായിരുന്നു ഇരുവരുടെയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും സാധാരണഗതിയിൽ ഇത്തരം സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ മുഖ്യമന്ത്രി നേരത്തെ എത്താറുണ്ട്. ഇന്നും അദ്ദേഹം നേരത്തെ തന്നെ എത്തി. അതിനുശേഷമാണ് ഗവർണർ എത്തുന്നത്. സാധാരണ നമ്മൾ കാണാറുള്ളത് ഗവർണർ ഏത് വേദിയിലേക്ക് എത്തിയാലും അവിടെ മുൻനിരയിക്കുന്ന നേതാക്കളെ, പ്രധാനപ്പെട്ട ആളുകളെ അടുത്തെത്തി അഭിവാദ്യം ചെയ്ത് അവരോട് സംസാരിച്ച് കുശലാന്വേഷണം നടത്തിയാണ് ഗവർണർ പിന്നീട് വേദിയിലേക്ക് പോവുക. പക്ഷേ അതുണ്ടായില്ല. ഇന്ന് ഗവർണർ വന്ന ഉടൻ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ഡയസിലേക്ക് കയറി പോവുകയായിരുന്നു. മുഖ്യമന്ത്രി തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രിയും പോയി. അവിടെ രണ്ടുപേരും അടുത്തടുത്തിരിക്കുമ്പോഴും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി ഒന്ന് രണ്ട് തവണ ഗവർണറുടെ ഭാഗത്തേക്ക് നോക്കുന്നത്, പക്ഷെ അപ്പോഴും ഗവർണർ മുഖം തിരിക്കുകയാണ് ഉണ്ടായത്. അതിന് ശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രിയും ആ നീരസം വ്യക്തമാക്കിക്കൊണ്ട് ഈ ചായ സത്കാരത്തിന് ഗവർണറുടെ സ്റ്റാഫംഗം ക്ഷണിക്കുമ്പോൾ ചായ സത്കാരം ഇവിടെ നടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ചായ സത്കാരം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയത്. തൊട്ട് പിന്നാലെ മന്ത്രിമാരും ചായ സത്കാരത്തിന് നിൽക്കാതെ പുറത്തേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരുവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ വൈരത്തിൻ്റെ ആഴം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ക്ലിഫ് ഹൗസിലേക്ക് പോയി. അടുത്തൊന്നും സർക്കാർ ഗവർണറെ പോരെ മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ബന്ധം, മോശമായ ബന്ധം നേരെയാകില്ല എന്നതിൻ്റെ ഉറച്ച തെളിവായി, പ്രകടമായ തെളിവായി ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറി. അഭിലാഷ്. റൈറ്റ്. രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് അറിയില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതികരിച്ചു. മന്ത്രിയായിട്ട് ഞാൻ ഒരാളെ കണ്ടിരുന്നു, ശശീന്ദ്രൻ. ഞാനിത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവിടെ കാത്തിരിക്കുന്നു. ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നതിനെ കുറിച്ച് നിൽക്കാതെ ഇവിടെ വന്നതാണ്. അതിഥിയെന്നല്ല, അവിടെ അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഇത് കൊണ്ടു കൊടുക്കുന്നതിലും ജീവനക്കാരല്ലേ, അത് സാധാരണ കൊണ്ടു കൊടുക്കുന്നു. ഞാനും അതില്ലാതെ ചായ കുടിച്ചു. അതന്നെ, വേറെ ഒന്നും അതും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം അതിനുശേഷം പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി. തുറമുഖം ഇല്ലെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ല, അതൊക്കെ മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽപ്പെടുന്നതല്ലേ. ഏത് വകുപ്പാണ് ആർക്കാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരി അദ്ദേഹമാണ്. ആ മുഖ്യമന്ത്രി ഏത് വകുപ്പ് തന്നാലും ശരി ആ വകുപ്പിനോട് നീതി പുലർത്തുക, അത് പിന്നെ വളരെ ഭംഗിയായി നടത്താൻ കഴിയാവുന്ന കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അത്ഭുതങ്ങളും ഇല്ലാത്തതൊന്നുമില്ല. അതേതാണെന്ന് അറിയാം. മുഖ്യമന്ത്രിയാണ് പരമാധികാരി. ചടങ്ങിലെ ഗവർണറുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സൗഹാർദ്ദപരമായി. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.